ഹായ് ഓൾ, വെൽക്കം ബാക്ക്. രാവിലെ തന്നെ നല്ല തകൃതിയായിട്ടുള്ള മഴയാണ്. മഴയെ കണ്ടുകൊണ്ടിരുന്നാൽ പിന്നെ പുതച്ചു മൂടി കിടന്നുറങ്ങാനുള്ള ഫീലായതുകൊണ്ട് മഴയൊക്കെ കണ്ട് മാറ്റിയിട്ട് ഞാൻ വേഗം തന്നെ കിച്ചണിലോട്ട് കയറി. പാച്ചക്കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ പോകണം, അതുകൊണ്ട് ചോറ് രാവിലെ തന്നെ അങ്ങ് വെച്ചേക്കാമെന്ന് കരുതി അങ്ങനെ ചോറിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തു. ഒരു 3-4 ദിവസം മുൻപേ വാങ്ങി വെച്ചതാണ് നമ്മുടെ ഈ ഒരു കോളിഫ്ലവർ. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ അത് ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞ ശേഷം ബാക്കി വന്നൊരു പീസാണ്. അപ്പോൾ ഇതെപ്പോഴും ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് കാണും, പക്ഷേ ഒന്നും ചെയ്യാനായിട്ടൊന്നും എടുക്കാൻ തോന്നാറില്ല. അതുകൊണ്ട് അവിടെ തന്നെ വെച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും അതിനെ ഇന്ന് പാട്ടിലാക്കിയേക്കാമെന്ന് കരുതി. ഇല്ലെങ്കിൽ പിന്നെ അതങ്ങ് ചീത്തയായി പോകുമല്ലോ. അപ്പോൾ പാച്ചുവിന് എന്തായാലും സ്കൂളിൽ ലഞ്ച് കൊടുത്തു വിടാൻ ഞാൻ ചോറ് തന്നെയാണ് കൊടുത്തു വിടുന്നത്. അപ്പം ഇന്നത്തെ ദിവസം ലഞ്ചിന് വേണ്ടിയിട്ട് കറികളുടെ കൂട്ടത്തിൽ ഞാൻ ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഈ തട്ടുകടയിലൊക്കെ കിട്ടത്തില്ലേ, വെറുതെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അതുപോലെ ഒന്ന് ആക്കി കൊടുക്കാമെന്ന് കരുതി. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവരുമായിട്ടിരുന്ന് കഴിച്ചോളാം. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബട്ടൂരയും ചന ബട്ടർ മസാലയും ആയിരുന്നു. ഞാൻ ഓൾറെഡി ഈ ഒരു ചനയുടെ വീഡിയോ ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യട്ടെ. കോളിഫ്ലവർ ഞാൻ പിന്നെ ഒന്ന് കഴുകി കഴിഞ്ഞ ശേഷം ചെറിയ രീതിയിലൊന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കോൺഫ്ലോറും മൈദയും പിന്നെ അല്പം അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ജിഞ്ചറും ഗാർലിക്കും ചതച്ചതും ഒക്കെ കൂടെ ഇട്ടിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് ഞാനിത് പുരട്ടി വെക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും ഈ അരിപ്പൊടി ആഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ച് ഒരുപാട് എടുക്കരുത്, കാരണം കോളിഫ്ലവർ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതങ്ങ് ലൂസായി പോകും ബാറ്റർ. അപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ച് ഒരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് ഈ ഒരു കോളിഫ്ലവർ മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് എന്തായാലും ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എനിക്ക് ബട്ടൂര ഉണ്ടാക്കിയിട്ട് വേണം ഈ ഒരു കോളിഫ്ലവറും കൂടെ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ബട്ടൂരയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ബട്ടൂരയാണ് കേട്ടോ, നമുക്ക് ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട. അതായത് പൊങ്ങി വരാനായിട്ട് ഒരുപാട് സമയത്ത് എടുക്കേണ്ട ആവശ്യമില്ല. മൈദയും കർഡും പിന്നെ റവ, ഉപ്പ്, പഞ്ചസാര, ഒരല്പം ഓയിലും കൂടെ ഒഴിച്ച് ഇതങ്ങ് കറക്കി സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ച് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. നല്ല സോഫ്റ്റായിട്ടുള്ള ബട്ടൂര നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള, തക്കാളി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഈ ഒരു ചന മസാലയില്ലേ നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഷോർട്സ് വീഡിയോയിൽ ഒത്തിരി ഞാൻ ഇട്ടിട്ടുള്ളതാണ് ചനയും ബട്ടൂരയും ഉണ്ടാക്കുന്നത്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ സെയിം രീതി തന്നെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്ന സെയിം രീതി തന്നെയാണ്. അപ്പോൾ ഞാനിനി കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ശരിക്കും വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണോ എനിക്കറിയില്ല, സമയം പെട്ടെന്ന് പോയി. പിന്നെ നോക്കിയപ്പോൾ ക്ലോക്കിൽ 8 മണിയായി. ഞാൻ വേഗം തന്നെ കോളിഫ്ലവർ അങ്ങ് ഫ്രൈ ചെയ്തു. കൊച്ചിന് ലഞ്ച് ഒന്ന് റെഡിയാക്കണമല്ലോ, ലഞ്ച് കിറ്റ് റെഡിയാക്കണമല്ലോ. അപ്പോൾ വേഗം തന്നെ അതൊക്കെ അങ്ങ് ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ബട്ടൂരയും ഫുഡുമൊക്കെ ആയിട്ട് എല്ലാവരെയും അങ്ങ് പറഞ്ഞു വിടുകയും ചെയ്തു കേട്ടോ. പിന്നെ എനിക്ക് ചെടി ഒക്കെ ഒന്ന് വളമൊക്കെ ഇടാനും ഒന്നത് ഈ ഒരു ബാമ്പു ഇല്ലേ കുറച്ചങ്ങ് വലുതായി. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ വലിയ പോട്ടിലേക്കൊന്ന് മാറ്റണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഇന്നത്തെ ഒരു ഡേ അങ്ങനെ അങ്ങ് തീർന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇൻഷാ അല്ലാഹ് വീഡിയോസായിട്ട് വരാം.